കർണാടകയിലെ ബലഗാവിൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി ഭർത്താവിനെ കൊലപ്പെടുത്തി. ഭാര്യയും കാമുകനും ചേർന്ന് വ്യാജ റോഡപകടം സൃഷ്ടിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചായിരുന്നു കൊലപാതകം. കൃത്യത്തിൽ 10ഓളം ആശുപത്രി ജീവനക്കാർക്കും പങ്കുള്ളതായും പോലീസ് കണ്ടെത്തി. മാർച്ച് 13-ന് കർണാടകയിലെ ബലഗാവിയിലുണ്ടായ ഒരു ചെറിയ വാഹനാപകടം. അപകടത്തിൽപ്പെട്ട സന്ദീപ് മഞ്ചരകി എന്നയാളെ ഹുക്കേരി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഭാര്യയായ സുമയെത്തി ഭർത്താവിനെ ഘട്ടപ്രഭയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. 2 ദിവസത്തിനു ശേഷം സന്ദീപ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ഗുരുതരമായ പരിക്കുകളല്ല, ഹൃദയാഘാതമാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. സാധാരണയായി റോഡ് അപകടങ്ങളിൽ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഹൃദയാഘാതം സംഭവിക്കാറുള്ളൂ എന്ന ബലഗാവി പോലീസ് സൂപ്രണ്ട് കെ രാമരാജന്റെ സംശയമാണ് ആസൂത്രണ കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സൈനിക ഉദ്യോഗസ്ഥനായ സന്ദീപ് ഗലൌഡ മഞ്ചർഗിയെ ആശുപത്രിയിൽ വെച്ച് ഭാര്യയും കാമുകൻ ഡോംബറും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആശുപത്രി ലാബ് ജീവനക്കാരുമായി ചേർന്നാണ് ഇവർ സന്ദീപിനെ കൊലപ്പെടുത്തിയത്. 2 കോടി രൂപയുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ക്രൂരകൃത്യം. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചവരുമടക്കം 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനിടെ ഡോംബറിന്റെ ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനൊടുവിൽ ഗൂഢാലോചന കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ಸುಮಾ ಸಂದೀಪ್ ಮಂಜರ್ಗಿ ಅಂತ ಅವ್ರು ಬಂದರು. ಅವ್ರಿಗೂ ಚಲೋ ಫ್ರೆಂಡ್ಶಿಪ್ ಆಯ್ತು. ನಮ್ಮದು ಫ್ರೆಂಡ್ಶಿಪ್ ಹಾಕೋತಾ ನಾವು ರಿಲೇಷನ್ಶಿಪ್ದಾಗ ಹೋದು. ಅವ್ರ ಮನೆಗೆ ನಾ ಹೋಗ್ತೀನಿ ಬರ್ತೀನಿ. ನನಗೂ ರಗಡ ಆಸೆ ಹುಡ್ಸಿರು ಅವ್ರ. ಹಂಗೆ ಹಿಂಗೆ ನಿಮ್ಮ ಮಕ್ಕಳು ನನ್ನ ಮಕ್ಳ ಜೊತೆ ನೋಡ್ಕೊತಾನೋ ಹಂಗೆ ಎಲ್ಲ ಆಸೆ ಹುಡ್ಸಿರು. ಅನ್ನಕ್ಕೆ ನಾ ಹ್ಞೂ ರೀ ಅನ್ಕೋತ ಗಪ್ಪ ಇದ್ನಿ. ಏನೋ ಅವ್ರ ಕೂಡ ಚಲೋ ಇದ್ನಿ, ಇವ್ರ ಕೂಡ ಇಬ್ಬರು ಕೂಡ ಚಲೋ ಇದ್ನಿ. മരണാനന്തരം 2 കോടിയോളം രൂപ ലഭിക്കുന്നതിനുള്ള ഇൻഷുറൻസ് പോളിസികൾ സന്ദീപിന്റെ പേരിൽ എടുത്തിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. റോഡപകടത്തിൽ മരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ലഭ്യമാക്കുക. സന്ദീപും ഡോംബറും ഒരുമിച്ച് ഒരു ഹോട്ടൽ സംരംഭം നടത്തിയിരുന്നു. ഈ കാലയളവിലാണ് സുമയുമായി ഡോംബർ ബന്ധം സ്ഥാപിക്കുന്നത്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള കൊലപാതകമാണിതെന്ന് പോലീസ് പറഞ്ഞു. സന്ദീപ് ജെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആശുപത്രി ജീവനക്കാർ കൊലപാതക പദ്ധതിയിൽ പങ്കാളികളായതായി പോലീസ് പറഞ്ഞു. ചികിത്സയ്ക്കിടെ സുമയും ഡോംബറും ചേർന്ന് മരുന്നിലൂടെ വിഷം നൽകുകയും ഉറക്ക ഗുളികകൾ നൽകുകയും ചെയ്തതായി പറയപ്പെടുന്നു. സംഭവത്തിൽ അറസ്റ്റിലായവരിൽ ഡോക്ടർമാരും ലാബ് ജീവനക്കാരും ഉൾപ്പെടെയുണ്ട്. 3 ലക്ഷത്തോളം രൂപ ഇവർക്ക് കൈമാറിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.